അപ്പം ഞാൻ പോവുന്നത് പറയാൻ വേണ്ടി വന്നതാണ്, അമ്മയോടും ഇവരോട് പറയാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഞാൻ പോയിട്ട് ഇനി വരുമപ്പം അങ്ങനെ ഇടക്കിടക്കായിട്ട് വരുകയും ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷേങ്കിൽ എന്നാലും കുറേ നാളായതുകൊണ്ട് ഒരു വിഷമമുണ്ട്. അത് കുറേ അതെല്ലാം പ്രസവിച്ചാൽ നിൽക്കുന്ന പോലെ അല്ലല്ലോ, ഇപ്പം വന്ന് 2-3 മാസം കഴിഞ്ഞു വന്നിട്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു ചെറിയൊരു വിഷമമുണ്ട്. നാളെ ഇടക്കിടയ്ക്ക് വരും. അങ്ങനെ ഞാൻ പറയുന്നത് എല്ലാവരോടും, വിഷമിക്കൊന്നും വേണ്ട, ഞാൻ വരും. അപ്പോൾ എൻ്റെ ചെറിയ മോള് 2-3 മാസമായി. 3 മാസം കഴിഞ്ഞ് 4-ാം മാസം തുടങ്ങി. ഓക്കൊരു ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഓള് നാട്ടിലേക്ക് പോകണമെന്ന് കുറേ ദിവസമായി തിരക്ക് കൂട്ടുന്നു. വെച്ചാൽ വലിയ മോൻ അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഓനെ ഓർത്തിട്ടൊക്കെ ജമ വരുന്നില്ല. അതുകൊണ്ട് പൂരം കഴിഞ്ഞിട്ട് പോവുക, വിഷു കഴിഞ്ഞിട്ട് പോവുക എന്നല്ല നമ്മൾ പറയുന്നുണ്ട്. ഓള് പറയുന്ന അല്ലമ്മേ, ആടെ ഞാൻ ഒന്നും പണിയൊന്നും എടുക്കൂലമ്മേ, ഞാൻ ആടെ പോയി നിൽക്കുകയും കുട്ടികളെ നോക്കണ്ടേ, അങ്ങനെ പറഞ്ഞിട്ട് പോകാൻ. അപ്പോൾ പിന്നെ ശരിയാണ്, ഓളെ വീടും ഓളെ കുട്ടികളെയും എല്ലാം നോക്കണ്ടേ. അത് നമ്മളും അങ്ങനെ വിചാരിച്ചപ്പോൾ ഇന്ന് വൈകുന്നേരം പോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കഞ്ഞിയും കറിയെല്ലാം ആക്കേണ്ട പരിപാടി. അല്ലെങ്കിലും കഞ്ഞിയും കറി ആക്കുന്നുണ്ട്. ഇന്ന് ലേശം ചിക്കനെല്ലാം മേടിച്ച് ഓള് പോന്നെയല്ല, എല്ലാവർക്കും പട്ടത്തെ കൂടി കുടിക്കാലാന്ന് വെച്ചിട്ട് എല്ലാം താഴെ തന്നെയാണ് ആക്കുന്നത്. ഇന്ന് സെന്റ് ഓഫ് അല്ല, നമ്മള് വിഷമുണ്ട്, സന്തോഷമുണ്ട്. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 21 വർഷമായി. നമ്മളിങ്ങനെ 3 മാസം ഒന്നും ഇതുവരെ ഒപ്പരം നിന്നിട്ടില്ല. അപ്പൊ ഇപ്പൊ നിന്നിട്ട് പോകുമ്പോ ഒരു വല്ലാതെ വിഷമമുണ്ട് എനിക്ക്. ഒപ്പരം നിന്നിട്ട് പോകുന്നതെല്ലാം ഉണ്ട്. പോന്ന് പറയുമ്പോ തന്നെ എനിക്കൊരു ടെൻഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റക്കയവലായി. പിന്നെ നിങ്ങളെല്ലാരും കൂടി ഉണ്ടെന്നുള്ളൊരു സമാധാനം ഇപ്പൊ ഉള്ളു എനിക്ക്. പിന്നെ എനിക്കൊന്നും പറയാൻ ബാക്കില്ല. അതെ, അങ്ങനെ തന്നെ ഉണ്ടാവുക. കുറേ നാളുകൾ ഒപ്പരം നിന്നിട്ട് അത് ആർക്കായാലും ഒരു വിഷമം തന്നെ. അന്ന് വൈകുന്നേരം വീട് നിറച്ചോ ആള് എല്ലാം കൂടി ആയിട്ട് വെക്കലും തിന്നലെല്ലാം ഒപ്പരാക്കിയിട്ട് ഓക്കോളെ ഭാവി നോക്കണ്ടേ. അതുകൊണ്ട് പിന്നെ നമ്മളെ സഹിക്കുവാന്നല്ലാണ്ടെന്നാ വേണ്ടത്. ഒരു മുട്ടക്ക് പീടിയപ്പോണ്ടിക്കല എനിക്കങ്ങ് പായ അതിൽ പൂട്ടണ്ട. ഓളാടി ഉണ്ടല്ലോ. രാവിലെ എണീക്കുമ്പോയാലും ഞാനും എണീച്ചു. വൈകുന്നേരം ആകുമ്പോൾ ഓളാടി ഉണ്ട്. ഒരിക്കൽ പാഞ്ഞ് ഇവിടെ വരുന്ന ബാതിൽ ആരാണ്ട് ഇങ്ങോട്ട് പാഞ്ഞു വരാം. ഓളാടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം പോയി ഓളി ഇന്നലെ തുണിയെല്ലാം എടുത്ത് വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. എനിക്ക് ഞാനോളോട് ദേഷ്യം പോലെ കളിക്കുന്നു ഇന്നലെ. എന്ന് വെച്ചാല് പോകുന്നവരെ ഒരു ഭയങ്കര സങ്കടം ഉണ്ടാവില്ലേ. ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി നീയും ഓള് പോകുന്നുണ്ട്. ഇപ്പൊ ചേച്ചി കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴേ സങ്കടമില്ലേ, അതുപോലെ ഉള്ളത്. അത്ര ഇതിനെക്കാട്ടിയാ ഉള്ളത്. എന്ന് വെച്ചാല് ഇത്രപാട് നാള് നമ്മൾ നിന്നിട്ട് എനിക്കൊന്ന് ഒപ്പരം നിന്നത് 3 മാസം നിന്ന് ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ട് നിന്നില്ല. പ്രസവിച്ച സമയത്ത് വരെ എനിക്കൊന്ന് കുറച്ച് സമയത്ത് നിന്നിട്ടില്ല. നമ്മള് ഓള് പ്രസവിച്ചാലും നമ്മൾ ഒരാഴ്ച നിക്കാൻ വരും. അങ്ങനെ എപ്പടങ്ങ് പോവില്ലേ. ഈ 3 മാസം ഒന്നും ഇതുവരെ അങ്ങനെ നിന്നിട്ടില്ലല്ല. അതുകൊണ്ട് അപ്പോൾ ചേച്ചിക്ക് ചെറിയൊരു ഓപ്പറേഷൻ ആയിരുന്നു, ഹാർട്ടിനൊരു ഹോളിൻ്റെ ഇതായിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ വന്നിട്ട് ഇപ്പം നമ്മളിന്ന് തിരിച്ചങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു വന്നാൽ പിന്നെ ഇന്ന് പോകുന്നത് പറഞ്ഞു ചേച്ചി. അപ്പോൾ നമ്മൾ വിചാരിച്ചു പിന്നെ ചേച്ചിക്ക് നമുക്ക് ഫുഡെല്ലാം ആക്കി അങ്ങനെ ആക്കിയിട്ട് ഉച്ചയ്ക്ക് ശേഷം കൊണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കങ്ങനെ പോയിട്ട് ചിക്കൻ കറിയെല്ലാം വെച്ചിട്ട് നമ്മൾ ഓളെ അവിടെ പോയിട്ട് നമുക്ക് വിഷമിപ്പിക്കണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് നമ്മൾ ഹാപ്പി ആക്കിയിട്ട് അടിപൊളിയാക്കിയിട്ട് പോവാം. എത്തിക്കാൻ മോനെ ഫോൺ അടിക്കണോ? ഓക്കും വിഷമമുണ്ട്. നമ്മളിവിടെ ആക്കിയിട്ട് പോകുന്നോണ്ട് ഓക്കും വിഷമമുണ്ട്. കുറെ നാൾ നിന്നിട്ട് പോകുമ്പോ ഇനിയിപ്പോ ഇന്നലെ പറയുന്നത് ചെറുതിനെ എനിക്ക് മിസ് ചെയ്യും. ചെറുതിനെ തേങ്ങ വറുത്തരക്കാൻ വേണ്ടി ചിക്കൻ കറിക്ക്. നമ്മളെ വീട്ടിൽ പോകുന്നതിന് ഞാൻ ദുബായിക്ക് പോകുന്നു. 10 കിലോമീറ്റർ ഉള്ളൂ. സത്യം അല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇന്നലെ പോകുന്നത് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അങ്ങനെയല്ല, നമ്മള് ചെറുപ്പത്തിൽ നമ്മള് 4 അടി കഴിഞ്ഞിട്ടും എല്ലാം ഉണ്ട്. നമ്മള് എല്ലാവരും അടി കഴിയലും കഴിക്കലില്ലേ. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മള് ഒന്നിച്ച് ഇത്ര സ്നേഹത്തില് 3 മാസം ഞാനിവിടെ ഒന്നിച്ച് നിന്ന്. അതങ്ങനെ പൊതുവെ കല്യാണം കഴിഞ്ഞവരായിട്ട് ചെറുപ്പത്തിൽ നമ്മളെ വീട്ടില് നമ്മൾ അങ്ങനെ അടിയാണ്. ഞാനുണ്ട് കല്യാണം കഴിഞ്ഞ് പോകുമ്പോ അതായിരുന്നു സങ്കടം വരുന്നത്. എന്തിനാ? അപ്പൊ ഇന്നലെ എനിക്ക് ഉറക്കം വന്നിരുന്നു. രാവിലെ ഒന്നും ഉറക്കമില്ല. അങ്ങനെ തന്നെയാണ് ഈ അടിയിലെ. നമ്മളിപ്പോ ചെറുപ്പത്തില്ലേ, ഞാനും ലീനേച്ചി കല്യാണം കഴിഞ്ഞാൽ ലീനേച്ചി ഏറ്റവും സങ്കടം ഉണ്ടാവുക. അത് നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെയാണ്. പക്ഷെ വലുതായിട്ട് ചേച്ചി ഇത്രയും ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് 3 മാസം പ്രസവിച്ചിട്ടില്ല, അങ്ങനെ നിന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഒന്നിച്ച് 4 ഒന്നിച്ച് ആ ഒരു ഇരുന്ന് ഈ അടക്കം നിന്നത് ഇപ്പൊ ആദ്യമായിട്ട് നമുക്ക് വല്ലാത്ത
സങ്കടം. നിങ്ങളൊന്നും പിന്നെ എന്റെ ഋത്വിക്കിനെല്ലാം ഇഷ്ടംപോലെ കിട്ടി. ഇഷ്ടം പോലെ എടുക്കാൻ കിട്ടി. ഋത്വിക്കിന് തന്നെ എന്താ പറയണ്ടേ, അങ്ങനെ ഇതായോനെ ഇപ്പൊ എന്നെ കാണുമ്പോ എടുക്കാൻ വേണ്ടി കൈ ഇങ്ങനെ ആക്കുന്നത് കണ്ടവോട് മനസ്സിലാവും. അല്ലെങ്കിൽ ഇവർക്ക് പ്രത്യേകം എല്ലാം മനസ്സിലാവും, നമ്മളെ കണ്ടവോളെ തിരിച്ചറിയുകയും ചെയ്യും. അങ്ങനെ എന്തോ ഒരു ഇത് എന്നാ പറയാ, ചിലപ്പോ നമ്മളെ അടുത്തന്നെയല്ലേ വരാലോ. അതെ എന്തുകൊണ്ടും വരും. അപ്പൊ ഇനച്ച് പറഞ്ഞാലേ ഏച്ചിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. അവള് അങ്ങനെ ചിരിക്കണം. ഓള് ഇന്നലെ കരയാൻ തുടങ്ങിയത് പോകുന്നിട്ട് ഞാൻ എന്നോട് തുണിയിലെടുത്ത് പറയാ, നീ തുണി എടുത്ത് നോക്കല്ലേ എനിക്ക് ദേഷ്യം പിടിക്കുന്നത്. തുണി എടുത്ത് നോക്കുമ്പോ എനിക്ക് സങ്കടമാണ്, നീ എന്തിനാ പോകുന്നല്ലേ ചോദിക്കുന്നത്. ഞാൻ പറയണേ എനിക്ക് പോകണ്ടേ, ഇപ്പൊ ഇവിടെ നിൽക്കാൻ കഴിയാന്ന്. പോയിട്ട് വരാ പന്തോളം വരാം, എന്നാലും പോകാൻ പറ്റും. അപ്പൊ ചേച്ചിക്ക് നല്ല റെസ്റ്റും കാര്യമെല്ലാം വേണം. അപ്പൊ അന്ന് പോയാലും നല്ല റെസ്റ്റ് എടുക്കുക. പറഞ്ഞ് ഇനി പോയിട്ട് ഞാൻ എന്നെ വിളിക്കണ്ട, ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കും കുറച്ച് ദിവസത്തേക്ക്. വീഡിയോ കോൾ വിളിക്കുന്ന അറിയുമ്പോൾ പറയും ഞാൻ വീഡിയോ കോൾ വിളിക്കണാരും എടുക്കൂല. എനിക്ക് ഭയങ്കര പോയിക്കോട്ടെപ്പോ പോണ്ടേ അന്ന് പോയാലും പിന്നെ വളരെ ശ്രദ്ധിക്കുക. കനൂലൊന്നും എടുക്കാൻ പാടില്ല കുറച്ച് നാളത്തേക്ക്. ഞാൻ കുറേശ്ശെ എടുത്തിട്ടാവല്ല, ചെറിയ ചെറിയ പണികളെല്ലാം എടുക്കാം. അപ്പൊ ഫുഡിന്റെ പരിപാടിയിലൂടെ നോക്കലാണ്. ഋതു നീയാ ശ്രദ്ധിക്കണം, നീ വാട്ടിനെ ശ്രദ്ധിക്കണ്ടേ കേട്ടാ. നല്ല മോനാണ്. ഓനെല്ലാം ചെയ്യും, ഓൻ അലക്കുമെല്ലാം ചെയ്യും, പാത്രം കഴുകും എല്ലാം ചെയ്യും. അതെ ഇപ്പൊ ഋത്തിക്കനെല്ലാം ഭയങ്കര അടിയാണ് ഇവരുടെ ഒരുമിച്ചിട്ട്. ഭയങ്കര കുട്ടിയേട്ടാ ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ പിടിച്ചിട്ട് പോകുന്നുണ്ട് ഋതുവാട്ടനാ. അപ്പൊ എനിക്ക് തോന്നി ചേട്ടാ എന്റെ മോൻ എത്ര എന്നോട് ഇന്നലെ ചോദിക്കുക, ഋതുവാട്ടം പോയേ നീ ഇങ്ങോട്ട് വരില്ലേ മേനെ. ഞാൻ പറഞ്ഞു ഏടി പോണ്ട, ഓ നാളെ തന്നെ ഇങ്ങോട്ട് വരുവാടാ. നിന്ന് ഇവിടെ കളിക്കട്ടെ വലിയ. അപ്പൊ നമ്മളെല്ലാരും കൂടി ഇങ്ങനെയുള്ള വർത്തമാനം പറയുമ്പോൾ ഒരാൾ വളരെ വേഗതയില് വളരെ തിരക്കിലാണ്. എന്താണ് തിരക്കിന്റെ കാരണം ചോദിച്ചു. അപ്പൊ എന്താണ് തിരക്കിന്റെ കാരണം? ഇലക്ഷനൊക്കെ നടക്കാൻ പോകുന്നതിന്റെ തിരക്കാണോ? ഇന്നത്തെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കുന്നത് അനുവാണ്. ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഞാനാണ്, അതെനിക്കറിയില്ല. ബാക്കിയെല്ലാം ഞാൻ അമ്മക്ക് വിട്ടുകൊടുത്തു. സലാഡിന് വേണ്ടി ഇതാക്കിയിട്ടുണ്ട്. നമ്മൾ ഇത്ര പണ്ടൊക്കെ മുറിച്ചിരുന്നപ്പാ പോകുന്ന സങ്കടം ഒരു ഭാഗത്ത് വേറെ, ഇവള് ചിക്കൻ വെക്കുന്ന സങ്കടം വേറെ. പറയണം മിസ്റ്റർ, ടേസ്റ്റ് നോക്കിട്ട് പറയണം മിസ്റ്റർ. അത്രേ പറയാനുള്ളൂ. എന്റെ അമ്മേനോട് ചോദിച്ചു ഞാൻ വെക്കുന്ന കറി എന്തുണ്ട്. അടിപൊളിയാണ്. അമ്മ ആയോണ്ട് ഞാൻ നല്ലോണം പൊന്നിച്ചറിയാം. ഋതുവിനോട് ചോദിച്ചാൽ ഋതു പറഞ്ഞു. ഇത് എങ്ങനെയുണ്ട് തന്നോട്ടിന്റെ കറി? നല്ല ടേസ്റ്റ് ഉണ്ട്, ഇടക്കിടക്ക് എരിവൂടും. എങ്ങനെയാണ് ചെലവ്? എങ്ങനെ എനിക്ക് കിണ്ടർ ചെയ്യാന്നോ എന്ന പരിപാടി? അത് വലിയ രീതിയിലാക്കാൻ എനിക്കത്ര ടേസ്റ്റ് വെക്കാനാണ്. അനു ഇത്രയും പൊന്തിച്ച് പറയാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ട് ഭയങ്കര കൂടുതലായി പോയി ചേച്ചി. ഇങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ വെക്കൂല. അനു അത് കേട്ടില്ല കേട്ടോ. മാമോള് അപ്പൊ കേട്ടോ നീരച്ചി. അവർക്ക് അങ്ങനെ അവർക്കെല്ലാം വലിയിട്ട് വരാൻ പോകുന്നു. വായിക്കടങ്ങുന്ന മുറിക്കലും അതാണ്. ഇതിന് തന്നെ എത്ര ശ്രദ്ധാണ്. എനക്കിത് എന്തായാലും കാണിക്കാണ്ട് പറ്റൂല. എനക്ക് ഓളിവിടെ വന്ന് നിന്ന് പോകുന്നതിന്റെ ഓർമ്മക്കായിട്ട് എഴുതിയിട്ടാ. ഒരു ദിവസം പാല് അടുപ്പത്ത് വെച്ചിട്ട് ബെലുമാവൻ വന്ന് വരുമ്പോഴും അപ്പോൾ മാമാന്ന് പറഞ്ഞിട്ട് കണ്ട് അപ്പാടെ അടുത്തന്നെ മാമന്റെ വളക്കന്നെ അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു. അപ്പൊ ഈ മാമൻ ചോദിച്ചു എന്നാ നമ്മളെ മണക്കുന്നു ഉയ്യന്റെ മാമ എന്റെ പാലിന്റെ അടുപ്പത്ത് പറഞ്ഞു. ചേച്ചി ഇതൊരു പുരസ്കാരമായിട്ട് ചേച്ചി ഏറ്റെടുക്കണം. വീട്ടിലേക്ക് പോകണം ഷെൽഫിലേട്ടാ, അവിടെ വെച്ച ഷെൽഫിൽ. ഇത് കത്തേരം കവിത പറഞ്ഞോട് ഇപ്പോൾ എന്നാ കവിത എപ്പോ എന്താ പറയണ ഒന്നും കുറ്റം പറയില്ല. കവിത എന്നോട് പറഞ്ഞു ഏച്ചി പേടിക്കൊന്നും വേണ്ട, ഏതോ ഒരു ഹാപ്പി കെട്ടിട്ട് പതിപ്പിച്ചാല് പിന്നെ നല്ല വൃത്തിയാൻ പാത്രം എന്ന്. പക്ഷെ ഇവള് ഇങ്ങനെ കരുതിയറിയില്ല. എന്നോട് പറഞ്ഞു ഏച്ചി നീ എന്നാ ഇത് പണിയെടുത്തിനെ, ഞങ്ങൾക്കൊന്നും പറയാനില്ല അപ്പുറം. ഇതൊന്നും ചെയ്യാനില്ല ചേച്ചി. കാർപ്പിക്ക് പോയിട്ട് ഒരു സംഭവത്തിനും ശരിയാക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്ത് നമുക്ക് ഒന്ന് ആൽമരയിലിടും വെക്കാം. ചേച്ചി വന്നതിന്റെ ഒരു ഇതായിട്ട് അത് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തല്ലോ ചേച്ചിക്ക്. എന്നിട്ട് ഇങ്ങനെ ആയപ്പാടേ രാഗിണി ചേച്ചിക്ക് വീഡിയോ കോളിൽ ഞാൻ കാണിച്ചു കൊടുത്ത്. അപ്പൊ ഓൾ അന്ന് വൈകുന്നേരം തന്നെ ഒരു ചായപാത്രം മേടിച്ചാ വന്നിന്. ഞാൻ പറഞ്ഞ ഏച്ചി ഒന്നും നോക്കണ്ട, വലിച്ച് ചാടി കൊടുക്കും പാത്രം സാധനം ഇറക്കുന്നത്. സാധനം ഇറക്കും. അപ്പൊ ഏച്ചി കണ്ടാ പിന്നെ അവള് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ പാത്രം കൊണ്ടുവന്നു. ഞാൻ എന്തെങ്കിലും പറഞ്ഞാ നിന്നെ ചേച്ചി അപ്പുറത്ത് പോയിട്ട് പിന്നെ വലിയ മട്ടലെടുത്ത് നിലത്തടിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല ചോദിച്ചോക്ക. ഞാൻ ഒന്നും പറഞ്ഞില്ല, കാരണം ഇത് പോയാ പോട്ട്. ചോദിച്ചോക്കോളോട് ചേച്ചി പുറത്ത് അടിച്ച കലയെന്ന് കാണിക്കാൻ പറ്റുമോ? അതിപ്പോ കാണിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊന്നും ആരും ചെയ്യറേട്ടാ. ഇതാണ് ഞാൻ കിടക്കുന്ന റൂമ്.
അതെല്ലാം ഞാൻ സാധനം എടുത്ത് വെക്കുമെന്ന്. അന്ന് ഇങ്ങോട്ട് വരുമ്പോൾ സാധനം ഒന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ അങ്ങോട്ടൊക്കെ പാട് സാധനം കാണുന്നത് എങ്ങനെയാ തോന്നിയെന്ന് അറിയില്ല. തുണികൾ ഇതെല്ലാം ഉണ്ട്. ഇത് മറ്റേ ഇത് തുണി ഇട്ട് വെക്കുന്ന സാധനം. ഇങ്ങനെ ഇട്ട് വെക്കാം. നമ്മളെ ഇലക്കണ്ട തുണികളും അല്ലെങ്കിൽ നല്ല തുണിയെല്ലാം മടക്കി വെക്കാനുള്ള സാധനമായിട്ട് അതെ എല്ലാം റെഡിയാക്കി വെച്ച് ഇപ്പൊക്കെ ഉണ്ട്. അനു ഇന്ന് വെക്കുന്നത് കൊണ്ട് നമുക്കൊന്ന് റെസ്റ്റാണല്ലേ ചേച്ചി? അതെ. ഞാൻ ചിക്കന് ആടുന്ന് കഴുകിയിട്ട് എല്ലാം പെരക്കിയിട്ട് ഇങ്ങോട്ട് കൊടുത്തയച്ചു. വെക്കലല്ലേ ഓള പരിപാടിയാണ്. ഇന്നല്ല റെസ്റ്റാണ്. ഞാൻ പിന്നെ പണിയൊന്നും അങ്ങനെ എടുക്കില്ല. ഇപ്പോൾ ഇവിടെ ഇന്ന് ഫുള്ള് റെസ്റ്റാണ്. ഞാൻ ഇനി റെസ്റ്റിക്ക് എണീച്ചാലേ ചെറിയൊരു അതുവരെ ഉള്ളു റെസ്റ്റ്. റെസ്റ്റ് എണീക്കുന്നവരേ ഉള്ളൂ. അനുവിന് ഇന്ന് പണി കൊടുത്തു. നല്ല ടേസ്റ്റിന് വരെ അനുവിന് പണി കൊടുത്താണ്. അതെ കഷ്ടപ്പെടുന്നുണ്ട്. അതെ അതെ. അനുവാദം പറയുകയും ചെയ്തു. ഞാൻ വെച്ചോളെന്ന് പറയുകയും ചെയ്തു. ഒന്നും തിരിവില്ലാവില്ല. എന്നാലും സാറില്ല നല്ല ടേസ്റ്റിൽ വെക്കും. ഞാൻ അങ്ങനെ വലിയ ഷെഫൊന്നല്ല. എന്നാലും എൻ്റെ തട്ടിക്കൂട്ടിയ ചിക്കൻ കറീൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ആദ്യം ചട്ടി ഇത് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് ഉള്ളി നല്ലോണം വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് തക്കാളി ഇട്ടിട്ട് കുറച്ച് വഴറ്റിയെടുക്കുക. എന്നിട്ട് മുളക് പൊടി ഇടുക, മഞ്ഞൾപ്പൊടി ഇടുക, ഉപ്പിട്ടിട്ട് ഉള്ളി വഴറ്റിയാൽ പെട്ടെന്ന് ഇതാണ് എൻ്റെ അമ്മ പറയുന്നത്. ഞാനങ്ങനെ ചെയ്തു. എന്നിട്ട് അങ്ങനെ ഇട്ടിട്ട് അതൊന്ന് മുളക് പൊടിയിലിട്ടിട്ട് ചിക്കൻ മസാലയും കുറച്ചിട്ട് ആക്കിയെടുക്കുക. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഉള്ളി ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് കഴിഞ്ഞിട്ട് ഇടുക. ഇത് ഇപ്പം ഇടുക. എന്നിട്ടാകുമ്പം നല്ല മണം എരിവുണ്ട്. ഞാൻ പറഞ്ഞു 3-4 പറഞ്ഞ ഞാൻ എടുത്ത് നല്ല എരിവുണ്ട്. ഞാൻ പറഞ്ഞു റെസിപ്പിക്കാൻ കൊടുക്കണ്ടല്ലോ. അപ്പൊ നമ്മൾ 2-3 എടുത്ത് നമ്മൾ നട്ടവറങ്ങി തന്നെയാണ്. നമ്മൾ പച്ചക്കറിയിൽ തക്കാളി, വഴുതന, കോളിഫ്ലവർ, പച്ചമുളക്, കോവക്ക, കോട്ടപ്പയര് ഇതെല്ലാം നട്ട് നമുക്ക് ആവശ്യത്തിന് പറിക്കുന്നുണ്ട്. ഇത് നമ്മളെ കൃഷി നടന്ന് പറിച്ചാണ്. കുറച്ചും കൂടി ഇപ്പം തക്കാളി പറിക്കാണ്ട് പഴുത്ത് വരുന്നേ ഉള്ളൂ. ചിക്കനെല്ലാം ഇട്ടു. ഇനിയിപ്പം കൊത്തമ്പാരി അരച്ചതും കൂടി പറഞ്ഞിട്ട് കുറച്ചു നേരം ഉപയോഗിക്കാൻ വെച്ചാൽ നമ്മൾ ചിക്കൻ കറി റെഡി. ഇപ്പം വെക്കുമ്പോൾ തന്നെയല്ലേ വെച്ചിന്? ഞാൻ പറഞ്ഞു പോലെ തന്നെയല്ലേ അനക്കുണ്ടല്ലോ. പണ്ട് നമ്മളെല്ലാം അമ്മ പണിക്ക് പോയിട്ട് വരുമ്പോൾ പറങ്കിയിൽ അന്നേരം മിക്സി ഒന്നുമില്ല. നമ്മൾ പണ്ട് ആ പുല്ലിട്ട വീട്ടിൽ നിൽക്കുമ്പോൾ മിക്സി ഒന്നുമില്ല. അന്നേരം അരക്കല്ല് തന്നെ നമുക്ക് ശരിക്കും അമ്മിക്കല്ല്. നമ്മളെ നാട്ടിൽ നമ്മളെ വീടാ ലാസ്റ്റത്തെ പുല്ലിട്ട വീടല്ലേ? അതെ. അമ്മി മേടിക്കാനുള്ള ഇതൊന്നും ഇല്ല. എന്നിട്ട് അച്ഛനായിരുന്നു ഒരു അമ്മിക്കല്ല് പോലത്തെ നീളത്തെ കല്ല്, ഒരു അടിയെല്ലാം ചെത്തിപ്പോലത്തെ കല്ലൊക്കെ. അതിന് അടിയിൽ വേറെ കല്ലെല്ലാം വെച്ച് നമ്മൾ ഒരു കുട്ടീനെ മേടിച്ചു. കരിയക്കുഴി നേരം അമ്മിക്കല്ല് വെക്കുന്ന ഇതുണ്ടായിരുന്നു. എന്നിട്ട് ആടുന്നൊരു കുട്ടീനെ വാങ്ങിന്. അതിനെ കൊണ്ടാണ് നമ്മൾ അരക്കൽ. അന്നേരം വൈകുന്നേരം അമ്മിക്കുട്ടി തന്നെ. എന്നിട്ട് പണ്ട് അന്നേരം സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ ഇത്ര പേരെ പറങ്കിയും കൊത്തമ്പാരിയെല്ലാം അരച്ച് കറി വെക്കാനൊന്നും ഉണ്ടാവുന്നില്ല. ഒരു തക്കാളിയോ ഒരു വെള്ളരിക്കെല്ലാം നട്ട് പറിച്ചു പോയതിൻ്റെ ആടപ്പറ്റി ബാക്കി ചെറിയ കോന്ന് പോലത്തെ വെള്ളരിക്കെല്ലാം പറിച്ചു കൊണ്ടിട്ടാണ് കറിയെല്ലാം വെക്കൽ നമ്മൾ അന്നേരം. പിന്നെ അങ്ങനെ വെക്കുന്ന ഇതാണ്. ഇപ്പം അല്ലേ മിക്സിയെല്ലാം വന്നിട്ട് പണിയില്ലാണ്ടായത്. അങ്ങനെ ആൾക്ക് അസുഖമാണ്. കൈക്ക് കാലുവേന, മുട്ടുവേന അങ്ങനെ എല്ലായിട്ട് പോയിന്ന് ഇപ്പം ആൾക്കാർ. അതിൻ്റെ കാര്യം പറയുമ്പോൾ അതിനും അങ്ങനെ വിടൂല. എന്ന് വെച്ചാൽ അതിനും എല്ലാ പണിയും എടുക്കും. പക്ഷേ എങ്കിൽ അവളോട് പറയണം. കണ്ടിട്ട് അത് അമ്മ വരുമ്പോൾ എടുക്കാന്നൊന്നും വെക്കൂല. അതാണ് എനക്കും ദേശം ഇഷ്ടക്കുറവ്. സ്ഥിരം പറയുന്ന ഡയലോഗ് നമ്മൾ തന്നെ വേണ്ട മോളെ അമ്മക്ക്. എല്ലാരും കൂടി ഒരുമിച്ച് പെരക്കലാട്ടാ. അമ്മയുടെ കറി പെട്ടെന്ന് ചെലവായിട്ടുണ്ടല്ലോ. നിങ്ങക്ക് ചപ്പർ വേണോ? വേണ്ട എന്നാ ഇങ്ങ് എടുക്കട്ടെ. പിന്നെ വേണ്ട പറഞ്ഞു. പിന്നെ പറഞ്ഞ ചിക്കൻ കറി വേണം. ചിക്കൻ കറി വേണ്ട. അങ്ങനെയല്ല, വേറെ വേണ്ട. എന്തിനാ അപ്പൊ ഒരാൾ പായസമുണ്ട്. എന്ത് പായസം അറിയാം? അടപ്രഥമനോ അല്ല അടപ്പായസോ സേമിയ പായസോ രണ്ടും കൂടി മിക്സാ. കുടിച്ചിട്ട് ഒഴിഞ്ഞു പോണം. ഇല്ല ഇനി ഞാൻ ഇവിടെ നിക്കൂലെന്നിട്ട് പോണം. ചേച്ചി അടപ്പായസം എടുത്തു. അടിയും സേമിയും കൂടി ഒരുമിച്ചിട്ട് കേട്ടാ. ഇത് ഇതുവരെ ആരും ആക്കിയിട്ടുണ്ടാവില്ല. അടിയും സേമിയും ഒരുമിച്ചിട്ട് നമ്മളെ വീട്ടിൽ മാത്രമാണ് അടിയും സേമിയും ഒരുമിച്ചിട്ട് കേട്ടാ. അമ്മ ആക്കലുണ്ടാവല്ലേ ചേച്ചി? നമ്മുടെ കാണാനായിട്ട് കേട്ടാ. അടിപൊളി പായസം. ചേച്ചി ഇന്ന് പോകുന്നതുകൊണ്ട് നമുക്ക് മാത്രം സങ്കടമല്ല കേട്ടോ. മഴയും കണ്ട പെയ്യാൻ നോക്കുന്നുണ്ട്. കാറ്റും മഴയെല്ലാം വരാൻ നോക്കുന്നുണ്ട്. അപ്പൊ മിറ്റത്ത് എന്തെല്ലാം തുണിയെല്ലാം അരിയിട്ടിട്ടുണ്ട്. എല്ലാം എടുത്ത് വെക്കട്ടെ. നല്ല കാറ്റും ഇതാ. നല്ലൊരു മഴ കേട്ടാ.
മഴയായിട്ട് പോക്ക് നമ്മൾ ഒരാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നു. പോവാൻ വിചാരിക്കുന്നുള്ളൂ. അപ്പൊ മഴ വന്നിട്ട് പോണ്ടാന്നിട്ട് കരിയുന്നു. ചേച്ചി നമ്മളീ പോക്ക് ഒരാഴ്ചത്തേക്ക് ക്യാൻസൽ ആക്കിയല്ലേ ചേച്ചി? കവിത പറയുന്നേ ചേച്ചി പോകുന്നോണ്ടാണ് മഴ പെയ്തത്. നല്ല ഇടിയുണ്ട് കേട്ടോ, മഴയുണ്ട്, നല്ല മഴ. നിങ്ങളെ നാട്ടിലെല്ലാം ഇന്ന് മഴയുണ്ടാടോ? ഏതെല്ലാം നാട്ടിൽ ഇന്ന് മഴയുണ്ട്? അപ്പം ഞാൻ പോവാന്നത് പറയാൻ വേണ്ടി വന്നതാണ്. അമ്മയോടും ഇവരോട് പറയാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഞാൻ പോയിട്ട് ഇനി വരുമപ്പം അങ്ങനെ ഇടക്കിടക്കായിട്ട് വരുകയും എല്ലാം ചെയ്യും. പക്ഷേങ്കിൽ എന്നാലും ഒരു കുറേ നാളായതുകൊണ്ട് ഒരു വിഷമമുണ്ട്. അത് കുറേ അതെല്ലാം പ്രസവിച്ചാൽ നിൽക്കുന്ന പോലെ അല്ലല്ലോ, ഇപ്പം വന്ന് 2-3 മാസം കഴിഞ്ഞു വന്നിട്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു ചെറിയൊരു വിഷമമുണ്ട്. അത് ഇടക്കിടയ്ക്ക് വരും. അങ്ങനെ ഞാൻ പറയുന്നത് എല്ലാവരോടും. വിഷമിക്കൊന്നും വേണ്ട, ഞാൻ വരും. വേണ്ടാന്ന് പറയുന്നത്. വാ നാളെ വരാം അല്ലേ ചേച്ചി? ഇങ്ങോട്ട് വരുമ്പോ ഒന്നും കൊണ്ടില്ല, പക്ഷെ അങ്ങോട്ട് പോകാൻ പാടുണ്ട്. അതിന് ചേച്ചി പറയുന്നു. അത് പിള്ളേരെ പാൻറ്റാ, ജീൻസിന്റെ പാൻറ് 2-3 നമുക്കിന്നൊരു സഞ്ചാരിച്ചായി. അതാണ് ഋതുവിൻ്റെ അധികവും. പിന്നെ ഓള ഡ്രസ്സ് അന്നൊക്കെ കരുള്ള നിർത്തിട്ടാ ഞാൻ വരും. പിന്നെ ഓക്കെ ഓക്കെ. പാല് മേടിക്കണം മോളെ, രാവിലെ പോയിട്ട് ഓനോട് പറഞ്ഞിട്ട് കൊണ്ടുവരണേ. ഈ പാലിന് ഞാൻ ഒറ്റയ്ക്ക് പോണല്ലേ? മോനെ അമ്മക്ക് പാല് മേടിച്ചോണ്ട് കൊടുക്കാൻ രാവിലെയും വൈറ്റുവേ. ഞാൻ കൊണ്ടാക്കി തട്ടി.